ഹായ്, ആഹാരമൊക്കെ കഴിച്ചോ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി വന്നോ? അപ്പോൾ കിടക്കുമ്പോൾ നമ്മൾ കഥ കേൾക്കണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ നമ്മുടെ ആദ്യം ഉണ്ടായ ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായ ആരായിരുന്നു? ആദ്യം ദൈവം സൃഷ്ടിച്ച ആരെയായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉത്തരങ്ങൾ. ആദ്യം ദൈവം സൃഷ്ടിച്ചത് ആദാമിനെയും ഹൗവയായിരുന്നു. ആദാം അപ്പാപ്പനും ഹൗവ അമ്മാമ്മയായിരുന്നു ആദ്യം ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യർ. അപ്പോൾ ഈ ആദാമിനും ഹൗവയ്ക്കും മക്കളുണ്ടായി. അപ്പോൾ അങ്ങനെ മക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായ മോൻ്റെ പേരായിരുന്നു എന്തായിരുന്നു? ആദ്യം ഉണ്ടായ മോൻ്റെ പേര്, അവന് ആദ്യമായിട്ട് ഒരു ആങ്കൊച്ചാണ് ഉണ്ടായത്. അപ്പോൾ ആ ആങ്കൊച്ചിൻ്റെ പേരായിരുന്നു കയീൻ. ഓക്കെ, കയീൻ എന്നായിരുന്നു ആദ്യം ഉണ്ടായ ആങ്കൊച്ചിൻ്റെ പേര്. രണ്ടാമത് അതിനുശേഷം വീണ്ടും ഒരു ആൺകുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേരായിരുന്നു ഹാബേൽ. ഓക്കെ, അപ്പോൾ രണ്ട് മക്കളുണ്ടായി. ആർക്ക്? ആദാമിനും ഹൗവയ്ക്കും. ഈ ആദാമിനും ഹൗവയ്ക്കും രണ്ട് മക്കളുണ്ടായപ്പോൾ അവർ പേരിട്ടത്, ഒന്നാമത്തവൻ്റെ പേര് കയീൻ, രണ്ടാമത്തവൻ്റെ പേര് ഹാബേൽ. അങ്ങനെ ഈ മക്കൾ വളർന്നു. അപ്പോൾ വളർന്നു കഴിഞ്ഞ് അവർ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കയീൻ വന്നിട്ട് കൃഷിയായിരുന്നു അവൻ്റെ ജോലി. ഓക്കെ, എന്തായിരുന്നു കയീൻ്റെ ജോലി? കൃഷി എന്ന് പറഞ്ഞാൽ എന്നാന്ന് മക്കൾക്ക് അറിയാമോ? ഈ നെല്ല്, അതേപോലെ വാഴ, നമ്മൾ പഴമൊക്കെ കൃഷി ചെയ്യില്ലേ, മുന്തിരിങ്ങ, ആപ്പിള്, അതേപോലെ പച്ചക്കറികൾ, ക്യാബേജ്, ബീൻസ്, കോവയ്ക്ക, അങ്ങനെയൊക്കെ കൃഷി ചെയ്യൂലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കൃഷി ചെയ്ത്, അതായത് ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് അധ്വാനിച്ച് വിളവെടുത്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു കയീൻ. ഓക്കെ, അതേസമയം ഹാബേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാബേൽ ആട്ടിടയനായിരുന്നു. അപ്പോൾ മക്കൾക്ക് അറിയാം ആരാണ്, എങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ആട്ടിടയൻ എന്ന് പറയണത് എന്നുള്ളത്. ആട്ടിടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് യോസേഫിൻ്റെ കഥ കേട്ടപ്പോഴും നമ്മൾ ഈ ആട്ടിടയന്മാരെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാലും മക്കൾക്ക് ഓർമ്മയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനതൊന്നും കൂടെയും പറയുവാണ്. ആട്ടിടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ കണ്ടിട്ടുണ്ട് മക്കൾ. അപ്പോൾ ആടുകൾ കൂട്ടമായിട്ടാണ് ആടുകളെ നോക്കുന്നത്. അപ്പോൾ ഈ ഒത്തിരി ആടുകളുണ്ടാവും. അപ്പോൾ ഈ ആടുകളെ മേയ്ക്കാൻ വേണ്ടി അവരെ പല സ്ഥലങ്ങളിൽ രാവിലെ എഴുന്നേറ്റാൽ കൊണ്ടുപോയി അവർ പുല്ലും സാധനങ്ങളൊക്കെ തിന്നാനും അവരെ മേയ്ക്കാൻ വിടാനും അതിനുശേഷം അവരെ തിരിച്ച് കൂട്ടിൽ കൊണ്ടുവരാനും വേണ്ടി ഉള്ള ജോലി ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആട്ടിടയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ആട്ടിടയനായിരുന്നു ആര്? ഹാബേൽ. അപ്പോൾ ഈ ആട്ടിടയന്മാർ പറഞ്ഞ അവർ ഒച്ചയുണ്ടാക്കിയാലോ, എത്ര ദൂരത്ത് നിന്ന് ആട്ടിടയന്മാരെ ഒച്ച വെച്ചാലും ഈ ആടുകൾ കേട്ട് അതനുസരിക്കും. അതാണ് ഈ ആടുകളുടെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആട്ടിടയനായിരുന്നു നമ്മുടെ ഹാബേൽ. അപ്പോൾ ഒരാൾ ആരായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? കയീൻ കൃഷി ചെയ്യുന്നു, ഹാബേൽ ആട്ടിടയനായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കുറേ കാലം കഴിഞ്ഞ് ഇവർക്ക് കിട്ടിയ ഓരോ സാധനത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ കയീൻ്റെ നിലത്ത് നിന്ന് കിട്ടിയ, അതായത് കയീൻ കൃഷി ചെയ്തിട്ട് കിട്ടിയ ഫലങ്ങൾ യഹോവയ്ക്ക് ദൈവത്തിന് ഒരു വഴിപാടായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ വഴിപാടെന്ന് പറയുമ്പോൾ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. ഇത് ദൈവത്തിന് എന്നും പറഞ്ഞ് സമർപ്പിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ കയീൻ കൃഷി ചെയ്തിട്ട് കിട്ടിയ സാധനങ്ങൾ ദൈവത്തിന് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഹാബേലിൻ്റെ ആടുകളിൽ ഏറ്റവും ആദ്യത്തെ ഒരാടിനെ, ആടുകളിൽ നിന്ന് കടിഞ്ഞൂൽ എന്നാണ് പറയുന്നത്, ആദ്യത്തെ ആട്, അങ്ങനെ ഒരാടിനെ ദൈവത്തിന് യാഗമായിട്ട് സമർപ്പിച്ചു. അപ്പോൾ ഇത് രണ്ടും ഇവർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ കയീൻ്റെ കൃഷിയിൽ നിന്ന് കിട്ടിയ ഫലങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്, ഹാബേലിൻ്റെ ആടും ഇരിപ്പുണ്ട്. ദൈവത്തിന് ഹാബേലിൻ്റെ ആടിനെയാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ദൈവത്തിന് ഹാബേലിൻ്റെ ആടിനെ ഇഷ്ടപ്പെട്ടു. ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് ഒന്നിനെ മേധസ്സെടുത്ത് വഴിപാടായിട്ട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിൻ്റെ വഴിപാടിലാണ് ദൈവം പ്രസാദിച്ചത്. ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു. അതായത് ദൈവത്തിന് ഹാബേലിൻ്റെ വഴിപാടിനെയാണ് ഇഷ്ടപ്പെട്ടത്. ആടിൻ്റെ മേധസ്സ് കൊടുത്തതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. കയീൻ സമർപ്പിച്ചത് ഇഷ്ടമായില്ല. കയീൻ അന്യായ കോപം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല, അവൻ്റെ മാത്രം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു കോപം കയീന് ഭയങ്കരമായിട്ട് വന്നു. കാരണം അനിയൻ ചെയ്ത സാധനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. അത് അവനിൽ വലിയൊരു കോപം ഉണ്ടാക്കി. മക്കൾക്ക് ഇതുപോലെ കോപം വരാറുണ്ടോ? ഈ കയീന് വന്ന പോലെയുള്ള കോപം ചേട്ടനും ചേച്ചിമാരൊക്കെ ആയിട്ട് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ അനീത്തിമാരായിട്ട് കളിക്കുമ്പോൾ മക്കൾ ചെയ്ത് എന്തെങ്കിലും സാധനം അവർക്ക് ഇഷ്ടപ്പെടാണ്ട് വരുമോ, മക്കൾക്ക് കിട്ടാണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോഴോ മക്കൾക്ക് കോപം വരാറുണ്ടോ? കോപം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ആലോചിച്ച് നോക്കുന്നുണ്ടോ? ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക? ഒന്നല്ലെങ്കിൽ നമ്മൾ അവരെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവരെ നമ്മൾ ചീത്ത പറയും, അവരെ അടിക്കും. ഓക്കെ, അവരുടെ അടുത്തുനിന്ന് അത് എടുത്തുകൊണ്ട് ഓടും. ഇതൊക്കെ ചെയ്യാറുണ്ടോ?
കോപം വന്നു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട്. എന്താ കോപം വന്നു കഴിയുമ്പോൾ ഉള്ള കുഴപ്പം? നമുക്ക് കോപം വരാൻ പെട്ടെന്ന് കോപം വരും. പക്ഷേ ഈ കോപം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇതേപോലെ ഈ കയ്യിനും കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഷോക്കായി പോകും, ഞെട്ടിപ്പോവും. കാരണം ഈ കയ്യിന് ഭയങ്കര ദേഷ്യമുണ്ടായി. ഏതാ കയ്യിന് ദേഷ്യം ഉണ്ടായത്? ദൈവം ഹാബേലിൻ്റെ വഴിപാടിൽ മാത്രമേ പ്രസാദിച്ചുള്ളൂ, എൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. അവന് ദേഷ്യം വന്നു. ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവൻ്റെ മുഖം വാടി, സങ്കടമായി, മുഖം വാടി. എന്തുകൊണ്ട്? അവൻ കൊടുത്തത് ദൈവത്തിന് പ്രസാദമായില്ല. ഓക്കെ, അവന് സങ്കടമായിരുന്നു. ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവം കയ്യിൻ്റെ അടുത്ത് ചോദിച്ചു, കയ്യിനെ നീ എന്തിനാണ് കോപിക്കുന്നത്? നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് നിൻ്റെ മുഖം വാടുന്നത് എന്ന് ആര് ചോദിച്ചു? ദൈവം കയ്യിനോട് ചോദിച്ചു. അപ്പോൾ ദൈവം കയ്യിനോട് അത് ചോദിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അതായത് നിനക്ക് കോപം ഉണ്ട്, നീ നന്മ ചെയ്താൽ നിൻ്റെ ഇത് ഞാൻ പ്രസാദിക്കും. നിൻ്റെ മുന്നിലിപ്പോൾ കോപമുണ്ട്, കോപം കാരണം നിൻ്റെ മുന്നിൽ ഒരു പാപമുണ്ട്. ആ പാപത്തിൽ നീ വീഴാണ്ടിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ആ പാപത്തിനെ കീഴ്പ്പെടുത്തണം എന്നുള്ളതിൽ ദൈവം കൽപ്പിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാമോ? കയീൻ ഈ കോപം മനസ്സിൽ വെച്ചിട്ട് ഹാബേലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് വയലിൽ പോയി ഇരിക്കാം, വയൽ വരെ ഒന്ന് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോപം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കോപം, ഇങ്ങനെയൊരു കോപം ഉണ്ടെന്നുള്ളത്, കയ്യിന് ഇങ്ങനെയൊരു കോപം ഉണ്ടെന്നുള്ളത് ഹാബേലിന് അറിയില്ല. ഹാബേൽ അറിഞ്ഞിട്ടില്ല. ദൈവത്തിനും കയ്യിനും മാത്രമേ അറിയുള്ളൂ കയ്യിന് ഇങ്ങനെയൊരു കോപം ഉണ്ടെന്നുള്ളത്. ഹാബേലിന് ഇത് അറിയേയില്ല. എന്നിട്ട് ഈ കോപം മനസ്സിൽ വെച്ചോണ്ട് കയ്യിൻ ചെന്നിട്ട് ഹാബേലിൻ്റെ അടുത്തിട്ട് പറഞ്ഞു, ബാ നമുക്ക് വയൽ വരെ ഒന്ന് പോകാം. ഇപ്പോൾ വയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ? നമ്മൾ ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഭൂമിക്കാണ് നമ്മൾ വയൽ എന്ന് പറയുന്നത്. അപ്പോൾ വയലിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൻ പറഞ്ഞതല്ലേ, ചേട്ടൻ പറഞ്ഞതല്ലേ, അനിയൻ അതനുസരിച്ചു. അങ്ങനെ അവർ വയലിൽ ചെന്നു. അപ്പോൾ അവിടെ വെച്ച് വയലിൽ അവർ രണ്ടുപേരും ഇരുന്നു. വയലിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് കയ്യിൻ തൻ്റെ അനുജനായിട്ടുള്ള ഹാബേലിനെ കയർത്ത് അവനായിട്ട് വഴക്കുണ്ടാക്കി അവനെ കൊന്നു. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കണം, കയ്യിൻ്റെ ഉള്ളിൽ ദേഷ്യം അത്രമാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദേഷ്യം കയ്യിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതാണ് ദൈവം കയ്യിൻ്റെ അടുത്ത് പറഞ്ഞത്, നിൻ്റെ മുന്നിൽ പാപമുണ്ട്, ആ പാപത്തിനെ കീഴ്പ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞു. പക്ഷെ കയ്യിന് പറ്റിയില്ല. കയ്യിൻ അവിടെ പാപം ചെയ്തു. എന്താണ് കയ്യിൻ ചെയ്ത പാപം? കയ്യിൻ്റെ അനിയനെ കൊന്നു. എന്തിനാണ് കൊന്നേ? അവനോടുള്ള ദേഷ്യം കാരണം കൊന്നു. അപ്പോൾ നോക്കണേ, ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് സംഭവിച്ചത്? അവൻ വലിയ തെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും ഇങ്ങനെയുള്ള ദേഷ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. എങ്ങനെ പ്രവർത്തിക്കുക? ചിലപ്പോൾ ഇപ്പോൾ അപ്പയോടോ അമ്മയോടോ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന അങ്ങനെയായിരിക്കും. അപ്പം ഇനി എന്നോട് മിണ്ടണ്ട, അപ്പ വേണ്ട എനിക്ക്, അമ്മ വേണ്ട എനിക്ക്, അമ്മയായിട്ട് ഇനി ഞാൻ അമ്മയുടെ കൂടെ ഒന്നിനുമില്ല, അമ്മ ഞാൻ പറയണ ഒന്നും കേൾക്കില്ല. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ ചിലത് പറയും. ചിലപ്പോൾ നമ്മൾ അവരെ അടിക്കും, അപ്പേനെ അമ്മേനെ അടിക്കും, അല്ലെങ്കിൽ അനിയനെ അടിക്കും. ചിലപ്പോൾ നമ്മൾ മുഖം വീർപ്പിച്ച് വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കോപം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഈ കോപം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കയ്യിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു, നിനക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ കയ്യും കേട്ടില്ല. ഓക്കെ, പക്ഷേ ഇപ്പം ഞാനിങ്ങനെ ഒരു കഥ മക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ ജീവിതത്തിലും മക്കൾക്ക് കോപം ഉണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കോപം വരും. അപ്പോൾ കോപം വരുമ്പോൾ നമ്മൾ ആ കോപം കാരണം പാപം ചെയ്യാനിടയാവും. പാപം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വിരോധമായിട്ട് നമ്മൾ ചെയ്യാനിടയാവും. അപ്പോൾ അതുകൊണ്ട് കോപം വരുമ്പോൾ ആ കോപത്തിനെ ഓവർകം ചെയ്യണം, ആ കോപത്തിനെ നമ്മൾ വിജയിക്കണം. കോപം വെച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കയ്യും ചെയ്ത പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പാടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോപം വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് കോപം വന്നിട്ടുണ്ട്, ഈ കോപം മാറ്റാനുള്ള കഴിവ് തരണേ, കൃപ തരണമേ, തെറ്റ് പറ്റാതെ വണ്ണം കാക്കണേ. അപ്പോൾ മക്കൾക്ക് കോപമില്ലാണ്ട് നല്ല സൗമ്യതയുള്ള നല്ല മക്കളായിട്ട് മക്കൾ വളരണം. ഓക്കെ, അപ്പോൾ ഈ കഥയിൽ കയീൻ ഇങ്ങനെ ചെയ്തു. എന്ത് ചെയ്തു? കയീൻ കോപത്തിൽ ആ ഹാബേലിനെ കൊന്നു. തീർന്നില്ല, കഥ ഇവിടെ തീർന്നിട്ടില്ല, കഥ ഇനിയുണ്ട്. ഓക്കെ, കഥയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കയീൻ കൊന്നതിന് ശേഷം ഈ ദൈവത്തിന് ഇത് മനസ്സിലായി കയീൻ കൊന്നു എന്നുള്ളത്. എന്നിട്ട് ദൈവം കയീൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെയാണെന്ന് ചോദിച്ചു. ആരാ ചോദിച്ചത്? ദൈവം കയീൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ കൊന്ന വിവരമൊക്കെ ദൈവത്തിനറിയാം, കാരണം ദൈവം എല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ ദൈവത്തിനിത് അറിയാം. ചോദിച്ചു കഴിഞ്ഞപ്പോൾ കയീൻ പറഞ്ഞു, എനിക്കറിയില്ല, അവൻ എവിടെ പോയെന്ന് ഞാൻ അറിയുന്നില്ല.
ഞാൻ അവൻ്റെ കാവൽക്കാരനൊന്നുമല്ലല്ലോ, പുള്ളി എൻ്റെ കൂടെ അല്ല അവൻ ഇരിക്കേണ്ടത് എന്നുള്ള ഇതിൽ ആര് പറഞ്ഞു? കയീൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നീ അവനോട് എന്താ ചെയ്തേ? അപ്പോൾ അവിടെ നീ എന്താ ചെയ്ത? അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ദൈവം എല്ലാം അറിയുന്ന ആളായിട്ട് പോലും ദൈവത്തിൻ്റെ മുന്നിലും കയീൻ കള്ളം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കാരണം എന്തായിരുന്നു? കോപമായിരുന്നു. ദൈവം അവനെ ശപിച്ചു. അവൻ എവിടെ പോയാലും ഇനി ആ ഒരു ശാപം കൊണ്ടാണ് നീ ജീവിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ദൈവം അവനെ കൃഷി ചെയ്താലും നല്ല ഫലം കിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ ഈ തെറ്റ് ചെയ്തുകൊണ്ട് ദൈവം അവനെ ശപിച്ചു. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കോപം വന്നാൽ കോപം കൊണ്ട് നമ്മൾ പാപം ചെയ്യാനിടയാവും. ഓക്കെ, നമ്മൾ വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങൾ പറയും, നമ്മൾ പ്രവൃത്തികൾ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യും, അടിക്കും, പല കാര്യങ്ങളും നമ്മൾ കോപം വന്നാൽ ചെയ്യും. അപ്പോൾ കോപം വരാണ്ട് ഇരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ അടിയന് കോപം വരാണ്ട് കാക്കണേ. അപ്പനെയോ അമ്മേനെയോ എൻ്റെ ചേട്ടനെയോ അനിയനെയോ ചേച്ചീനെയോ അനിയത്തിനെയോ ആരെയും എൻ്റെ ഫ്രണ്ട്സിനെ ആരെയും കോപം കാരണം ഞാൻ വഴക്ക് പറയാനോ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം എന്നെ കാക്കണേ, നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ കൃപയേകണേ എന്ന് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് അതിനുള്ള എല്ലാം തരും. ഓക്കെ, അപ്പോൾ ആരെ പോലെ ആകണം? ആബേലിനെ പോലെ ആകണം, കയീനെ പോലെ ആകരുത്. അപ്പോൾ ഇനി കോപം വന്നാൽ ആരെ ഓർക്കണം? കയീനെ ഓർക്കണം. ഓക്കെ, കയീനെ പോലെ ആകാൻ പാടില്ല എന്ന് ഓർക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ വേറെ ഏതെങ്കിലും കഥകൾ വേണമെങ്കിൽ കമൻറ്റിലോ മെസ്സേജിലോ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ആ കഥ ഇങ്ങനെ ബെഡ് ടൈം സ്റ്റോറി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.